സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടും വളരെ അടുത്ത ചർച്ചകൾ നടത്തുന്ന കാഴ്ചകളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകൾക്ക് മറ്റൊരു തലം കൂടിയുണ്ട്. അമേരിക്ക ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ, പകരച്ചുങ്കം എന്ന് ട്രംപ് പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നികുതിക്ക് പുറമെ 50% നികുതിയാണ് ട്രംപ് ഏർപ്പെടുത്തിയത്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമല്ല, പക്ഷേ ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 50% നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആഘാതം ഇന്ത്യയുടെ വിവിധ വ്യാവസായിക, കാർഷിക, ഉൽപ്പന്ന മേഖലകളിലൊക്കെ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അത് പ്രതിഫലിക്കുന്നത് സമുദ്രോൽപ്പന്ന സംസ്കരണവും കയറ്റുമതിയും അതിൻ്റെ ആ മേഖലയിലാണ്. അതേസമയം ഇന്ത്യ ഒട്ടാകെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെയാണ്. ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന വാർത്ത, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലേക്ക് കഴിഞ്ഞ 3 തവണയായി തുടർച്ചയായി മത്സരിച്ച് ജയിക്കുന്ന വാരണാസി മണ്ഡലത്തിന് കീഴിൽ വരുന്ന പട്ട് സാരി നിർമ്മാതാക്കൾ, നെയ്ത്ത് തൊഴിലാളികൾ, അതിൻ്റെ എക്സ്പോർട്ടേഴ്സ്, ഇത്തരം ആളുകളൊക്കെ വലിയ ക്രൈസിസ് നേരിടുന്നു. ഓൺലൈനിൽ ഈ ബനാറസ് സാരികൾ ഓർഡർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം, അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് അമേരിക്കയിൽ വലിയ ഡിമാൻഡായിരുന്നു ഇതിന് എന്ന് പറയുന്നു. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ നികുതിയിൽ ട്രംപ് വരുത്തിയ മാറ്റം, അത് നേരിടാൻ ഇന്ത്യ വലിയ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനമുണ്ട്. മറ്റ് രാജ്യങ്ങളിലൊക്കെ വിപുലീകരിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ വിപണി വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണ്. അത് വിപുലീകരിച്ചുകൊണ്ട് നേരിടും ഞങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ താഴെത്തട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നികുതി ഉണ്ടാക്കിയ മാറ്റം എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് ദാമോദർ പ്രസാദാണ്. ദാമോദർ കഴിഞ്ഞ ദിവസം ഈ വാർത്തയുടെ ലിങ്ക് ഷെയർ ചെയ്തു. അപ്പോൾ എന്താ തോന്നുന്നത്, സത്യത്തിൽ ഇത് ഭയങ്കര ഇമ്പാക്റ്റ് ഗ്രൗണ്ടിലുണ്ടാക്കുന്നു എന്നാണ് ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്? തീർച്ചയായും ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാര്യം പെട്ടെന്നാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഓൺലൈൻ വഴി സെയിൽസ് കൊണ്ടുവരുന്ന എക്സ്പോർട്ട്, ഇതിലെല്ലാം തടസ്സം വന്നാണ് നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ പത്രങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ആഘാതം ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ആഘാതം ഇനി ദിവസങ്ങളിലാണ്. കാര്യം ഇപ്പോൾ എന്താണ് അത്, ഇപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് ഇവരുടെ ആ നിലയിലൊരു കരുതൽ മൂലധനങ്ങളുണ്ടൊക്കെ അവർക്ക് നിലനിന്ന് പോകാൻ പറ്റും. പക്ഷേ ഈ ആഘാതം ഇനി ദിവസങ്ങളിൽ, കാര്യം ഈ പല സ്ഥാപനങ്ങളും അവരുടെ ലോൺ അടയ്ക്കാനുള്ള തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കും. ഇത് വാരണാസിയിലെ ബനാറസ് സാരിക്ക് മാത്രമല്ല, കാഞ്ചീപുരത്തിനെ ബാധിച്ചിട്ടുണ്ട്, തിരുപ്പൂരെ ടെക്സ്റ്റൈൽ എക്സ്പോർട്സിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നതല്ല. നരേന്ദ്രമോദിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി വാരണാസി ആയതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് നേരിട്ട് നരേന്ദ്രമോദിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യം എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ്, ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ ഇമ്പാക്റ്റ് പല സ്ഥലങ്ങളും, തിരുപ്പൂരൊക്കെ അവർക്ക് വ്യാപകമായ പലതും എക്സ്പോർട്ട് ഉണ്ട്. ഒപ്പം തന്നെ ബംഗ്ലാദേശ് ഈ തിരിവില്ലാത്തതുകൊണ്ട് ബംഗ്ലാദേശും ഒരു കോമ്പറ്റീറ്ററാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ നേട്ടമാണ്. അതും ഇന്ത്യക്ക് വലിയ ആഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ നേരത്തെ രാജീവ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളോട് ചെമ്മീൻ കയറ്റുമതി, ഇപ്പോൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റ് ചെമ്മീൻ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും പഴയ വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ ലോബ്സ്റ്റർ പോലുള്ള നമ്മുടെ ലോക്കൽ മാർക്കറ്റ് വ്യാപകമായി കാണാൻ പറ്റും. ഇതൊക്കെ ഒരുപക്ഷെ എക്സ്പോർട്ട് ചെയ്യാൻ സാധനങ്ങളായിരിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഇത് സമുദ്രമേഖലയിൽ വരികയാണെങ്കിൽ മത്സ്യത്തൊഴിലാളി മേഖല, ഇപ്പം തന്നെ മത്സ്യത്തൊഴിലാളി മേഖല ട്രേഡ് യൂണിയൻ സംഘങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കൊടും ദാരിദ്ര്യത്തിലേക്കും വലിയൊരു വറുതിയിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആഘാതം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതിനെതിരെ എന്ത് പ്രതിരോധ നടപടിയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോഴും വ്യക്തമല്ല. കാര്യം ഈ ആഘാതത്തെക്കുറിച്ച് ഇനി അസസ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് പകരം നിലവിലെ സ്ഥിതി മനസ്സിലാക്കുക. കാര്യം 50% തീരുവ ഏർപ്പെടുത്തി കഴിയുകയും നമ്മുടെ ആ തീരുമാനം നടപ്പാക്കപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് തുടങ്ങിക്കഴിഞ്ഞ പരിപാടി, അതായത് നമ്മുടെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നം, സമുദ്രോൽപ്പന്നം, അതുപോലെ വിവിധ സ്ഥലം, നമ്മുടെ കാർഷിക മേഖല പലതും, മലഞ്ചരക്ക് മേഖലകളിലൊക്കെ തന്നെ ഈ പ്രതിസന്ധി എങ്ങനെ ബാധിക്കുന്നുള്ളത്, അത് നമ്മൾ ആ ബാധിച്ചതിന് ശേഷം നമ്മൾ വിലയിരുത്തുന്ന പറഞ്ഞ കാര്യമില്ല. കാര്യം ബാധിക്കുന്ന ഉറപ്പായി കഴിഞ്ഞു, നമ്മുടെ എക്സ്പോർട്ടിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് കിടക്കുന്നതോടുകൂടി ജീവിത സാഹചര്യങ്ങളെയും ജീവിത വ്യവസ്ഥകളെയും ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മറുപടി, ഇതിനെന്താണ് പ്രതിവിധി? ഇതിന് പ്രതിവിധി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് കുറേയായി ഇത് പറയുന്നു. അതായത് ഇതാ കൂട്ടാൻ പോകുന്നു, കൂട്ടി എന്ന് പറഞ്ഞു, പിന്നെ പുറകോട്ട് വന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ നേരത്തെ കൂട്ടി, പിന്നെ പുറകോട്ട് വന്നു. അവസാനമാണ് ഇതിപ്പോൾ ആദ്യം 25% എന്ന് പറഞ്ഞു, പിന്നെ അത് 50% ആക്കി, ഒടുവിൽ അത് പ്രാബല്യത്തിലാക്കി. ഇത് പ്രാബല്യത്തിലാക്കിയ ഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞത്, ഇത് നമുക്കൊരു ഭീഷണിയൊന്നുമല്ല, നമ്മൾക്ക് അമേരിക്ക മാത്രമൊന്നുമല്ല ലോകത്ത് രാജ്യമായിട്ടുള്ളത്, വേറെ പുറത്ത് രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുണ്ട്, ഗൾഫ് രാജ്യങ്ങളുണ്ട്, UK ഉണ്ട്. UK ആയിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. അതോടുകൂടി ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മുഴുവൻ അങ്ങോട്ട് പോകും, അത് ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇത് ലോജിക്കലാണോ ഈ പറച്ചിൽ?
ലോജിക്കൽ എന്ന് പറഞ്ഞാൽ ഇതൊരു പക്ഷേ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു കവട വിശ്വാസം അല്ലെങ്കിൽ ആത്മനിർഭരതയായിരുന്നല്ലോ. അതും പറയുന്നുണ്ട് ആത്മനിർഭരത. കാര്യം നമ്മുടെ ലോക്കൽ മാർക്കറ്റ് സ്ട്രെങ്ത് ചെയ്യുന്ന ഇവിടെ അതും പറയുന്നുണ്ട്. അപ്പോൾ സ്വദേശി എന്നൊരു ആർഗ്യുമെൻ്റാണ് വേറെയിൽ കൊണ്ടുവരുന്നത്. കാര്യം നമ്മൾ ഈ അമേരിക്കൻ വസ്ത്രങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശി എന്നും പറയുന്നുണ്ട്. ആ സ്വദേശിക്ക് എത്രമാത്രം കാര്യം ഒരു നവലിബറൽ ഇക്കോണമിയിലേക്ക് പോയി ഒരു ഹൈലി കൺസ്യൂമറൈസ് സൊസൈറ്റിയിൽ ആ രീതിയിൽ ശീലിപ്പിക്കപ്പെട്ടൊരു ജനതയാണ്. ആ രീതിയിൽ ശീലിപ്പിക്കപ്പെട്ട മധ്യവർഗ ജനത പെട്ടെന്ന് സ്വദേശിയിലേക്ക് മാറുന്നുള്ളതൊക്കെ ഒരു തരത്തിൽ മൗട്ടിയായിരിക്കും. അങ്ങനെ ഒരു BJP യുടെ ദേശീയതം പിറ്റേ ദിവസം തന്നെ സ്വീകരിച്ചുകൊണ്ട് സ്വദേശി ആവാനുള്ള സാധ്യത വളരെ തുലം കുറവാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയറ്റുമതിയെ ബന്ധപ്പെട്ട് നമ്മുടെ കാർഷിക മേഖല നേരിടാൻ പോകുന്ന പ്രതിസന്ധി, നമ്മുടെ ടെക്സ്റ്റൈൽ മേഖല നേരിടുന്ന പ്രതിസന്ധി, ഇതിനൊരു പ്രതിവിധി എന്താണെന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. ഇവർ കപടമായൊരു വിശ്വാസം സൃഷ്ടിക്കാൻ ചെയ്യുന്ന കാര്യം നമ്മളിങ്ങനെ പരിഹരിക്കും അങ്ങനെ പരിഹരിക്കും എന്ന് പറയുന്നത്. അതുപോലെ ഈ മാർക്കറ്റ് തുറക്കാൻ പോണ്, UK നമുക്ക് കൂടുതൽ സാധ്യത വരുന്നുണ്ട്. ഇതൊക്കെ ഓൾറെഡി നിലവിലുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഒന്നും നമ്മൾ നോക്കണ്ട. ചൈനയായിട്ട് ഇത്രയും കാലം ഇപ്പോൾ ടിക്ടോക്ക് നിരോധിച്ച മുതൽ ചൈന ഒരു സർവൈലൻസ് സ്റ്റേറ്റ് ആയിട്ടാണ് ഇന്ത്യൻ ഭരണകൂടം കണ്ടിരുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങളെല്ലാം സംശയത്തോടു കൂടിയാണ് നമ്മൾ മുഴുവൻ കണ്ടിരുന്നത്. ഏതൊരു ഉൽപ്പന്നം കാര്യം ചൈനീസ് മൊബൈൽ പോലുള്ള വാങ്ങുന്ന സമയത്ത് സർവൈലൻസ് ഉപകരണങ്ങളെന്നാണ് ഈ ഇന്ത്യ ഗവൺമെൻറ് മാത്രമല്ല BJP രാഷ്ട്രീയ പ്രധാനം ചെയ്ത പല ആൾക്കാരും പ്രചരിപ്പിച്ചത്. വളരെ വ്യാപകമായൊരു ചൈനീസ് പേടി, ഇസ്ലാമോഫോബിയ ഒരു സൈനോഫോബിയ വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇപ്പോൾ ചൈനയുടെ ഒരു സഹായം തേടേണ്ട സ്ഥിതി എത്തിയിട്ടുണ്ട് നമ്മൾ. അതാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പോയി പങ്കെടുക്കുക. അപ്പോൾ ഇവരൊക്കെ ചേർന്നുകൊണ്ടൊരു ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യേണ്ടത് വരും. അത് സ്വാഭാവികമായിട്ടും ചെയ്യാനൊരു സ്ഥിതിവിശേഷം നിൽക്കുന്നുണ്ട്. അതെങ്ങനെ ഫലപ്രദമായി ചെയ്യുന്നത് കണ്ടാണ്. പക്ഷേ നിലവിലെ സ്ഥിതി വെച്ചാൽ ഇത് എത്ര കാലം ഇപ്പോഴും എനിക്ക് തോന്നുന്ന കാര്യം ഇവർ പ്രതീക്ഷിക്കുന്നത് ട്രംപ് ഈ തീരുമാനത്തെ കുറച്ച് ഞാൻ പിന്നോട്ട് പോകും. ഇത് അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്തകർമ്മ സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. നാളെ ഈ തീരുമാനത്തിൽ മാറും. കാര്യം ഇടയിൽ വീണ്ടും ഒരു ഫോൺ വിളിക്കാനും വീണ്ടും ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ശ്രമം നടത്തുന്ന പത്രങ്ങൾ വായിച്ചിരുന്നു. അപ്പോൾ ഇവരങ്ങനെ ഒരു വിദേശ മന്ത്രാലയം വിദേശ ആൾക്കാരങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ആയിരിക്കുന്നത്. പക്ഷേ ഇതൊരു സമയത്തൊരു യാവത്ത് അവസരം എന്ന് പറഞ്ഞ പോലെ ഇതൊരു അവസരം കൂടിയാണ് ഈ നമ്മുടെ മറ്റ് മേഖലകളിലേക്ക് നോക്കാനും ഒരു പ്രതിരോധം ഉയർത്താനും അതുപോലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും. പക്ഷേ അത്തരമൊരു നമ്മുടെ മുമ്പിൽ രാജ്യം നോക്കി കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ എക്കണോമിക് ടൈംസോ ബിസിനസ് സ്റ്റാൻഡേർഡോ ഫിനാൻഷ്യൽ ടൈംസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും വാർത്ത കണ്ടോ ഈ രീതിയിലാണ് ഒരു പുതിയ സ്ട്രാറ്റജി ബിൽഡപ്പ്? ഒന്നുമില്ല, ഒരു വാർത്ത നമ്മൾ കണ്ടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഇപ്പോൾ സമുദ്ര മേഖലയിലെ കേരളത്തിൽ ഇത് കടൽ തൊഴിലാളി മേഖല, കടൽ മത്സ്യത്തൊഴിലാളി മേഖല വ്യാപകമായ ആശങ്ക നിൽക്കുന്നുണ്ട്. ആ ആശങ്ക പെട്ടെന്ന് ബാധിക്കുക. ഇവർ മനസ്സിലാക്കാത്തേക്കാൾ ത്വരിത വേഗതയിലായിരിക്കും അത് ബാധിക്കുക. കാരണം ഈ ഉൽപ്പന്നങ്ങളും കാത്തുകിട്ടിയിരിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളല്ല, ദീർഘകാലത്തേക്ക് വെച്ച് കൊണ്ട ഉൽപ്പന്നങ്ങളല്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അവരെ ബാധിച്ചാൽ അത് പെട്ടെന്നായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാവുക. അതിന് ഒരു സൊല്യൂഷനോ പ്രതിവിധിയോ ഒരു ഓൾട്ടർനേറ്റീവോ ഇതുപോലെ ഈ മാർക്കറ്റ് എക്സ്പാൻഷൻ എന്നൊക്കെ പറയുന്നതേ അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം സാധിക്കുന്ന കാര്യമല്ല. ഒരിക്കലും സാധിക്കുന്നതല്ല. ഒരുപാട് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതൊരു ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ടോ ചിലപ്പോൾ 1 വർഷം കൊണ്ടോ ചിലപ്പോൾ 2 വർഷം കൊണ്ടോ ഒക്കെ സാധ്യമാകുന്നൊരു സാധനമാണ് ഈ മാർക്കറ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അത് കാണിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽ മേഖലയിലുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ സമുദ്രോൽപ്പന്ന സംസ്കരണ മേഖലയിലുള്ള തൊഴിലാളികൾ, സമുദ്രോൽപ്പന്ന സംസ്കരണ മേഖല എന്ന് പറയുമ്പോൾ സംസ്കരിക്കണമെങ്കിൽ ഇത് പിടിച്ചുകൊണ്ട് വരണം. ഇത് പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾ ഇവരോടൊക്കെ ഇതാ മാർക്കറ്റ് എക്സ്പാൻഷൻ വരാൻ പോവാണ്, നിങ്ങളൊരു കാര്യം പേടിക്കേണ്ടതെന്ന് പറയുന്നത് തന്നെ ഒരുതരം തട്ടിപ്പല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരിതിൽ പ്രതീക്ഷിച്ച് വീണ്ടും ഈ എക്സിസ്റ്റിംഗ് സ്ട്രീമിൽ പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കും, നശിച്ചു പോകും, വലിയ ക്രൈസിസിലുണ്ടാകും. അതിന് പകരമായിട്ടാണ് ഈ ആത്മനിർഭരത എന്ന് സ്വദേശക്കാരും സമുദ്രോൽപ്പന്നമൊക്കെ ലോക്കൽ മാർക്ക്. പക്ഷേ ആ മാർക്ക് ഇപ്പോൾ ലോക്കൽ നിലനിൽ അതിന് എത്രമാത്രം ഉപഭോഗം ഉണ്ടായിരിക്കും. അതേ രീതിയിലാണ് തിരിച്ചു വർക്ക് പോലെ സാമ്പത്തിക ഗുണം, ജീവകാര്യം, സംസ്കരണം ഉണ്ട്, ഇവരുടെ ജീവിത അതായത് കടലിൽ പോകുന്ന തൊഴിലാളികളുടെ ജീവിത ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാം കൂടി ചേർന്ന് പോകുന്നതിനെക്കുറിച്ചൊരു വിശദമായ പഠനം പോലും ഇതുവരെ നടന്നായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു പഠനവും അതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു സിറ്റുവേഷൻ മുന്നിൽ കണ്ടിരുന്നു. ഇന്നുണ്ടായതല്ല. അങ്ങനെ അർജൻറ്റീന മെഷേഴ്സ് എന്തെടുത്തു എന്നുള്ള ചോദ്യമുണ്ട്. അർജൻറ്റീന മെഷേഴ്സ് നമ്മുടെ മുമ്പിൽ അതായത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസരം കണ്ടത് ഷാങ്ഹായ് ഈ മീറ്റിങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നതാണ്. അതിന് പകരമായിട്ട് അമേരിക്കയെ ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നടത്തിയെന്നല്ലാതെ ഒരു കൺസേർട്ടഡ് ആയിട്ട് ഗവൺമെൻറ് ഇതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് എന്നുമില്ല. നമ്മളിപ്പോഴും അതിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് പത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴും ആൾക്കാർ വേണ്ട പോലെ മനസ്സിലാക്കി ഇതിൻ്റെ പുറത്തൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ സംശയമുണ്ട്. അമേരിക്ക കുറച്ച് ചീത്ത വിളിക്കാം. അപ്പോൾ അമേരിക്ക അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ബ്രാഹ്മണർക്കാണ് ശ്രദ്ധിച്ചാണോ രാജീവ് ബ്രാഹ്മണർ. അപ്പോൾ അതിനോടൊക്കെ സഞ്ജീവ് സന്യാലിനെ പോലെ നീതി ആയോഗിലുള്ള ഹിസ്റ്റോറിയൻ വളരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്. എഡ്വേർഡ്സ് ഇതിനെ വരെ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത് പ്രതിരോധിക്കാം, ചീത്ത പറയാൻ തീർച്ചയായും പറയേണ്ടത് തന്നെ. പക്ഷേ സാധാരണ ഇവിടെ മനുഷ്യരത് എങ്ങനെ ബാധിക്കുന്ന കുറിച്ച് എന്താണ് നീതി ആയോഗിൻ്റെ പ്ലാൻ എന്നാണ് പറയേണ്ടത്. നമുക്കതാണ് അറിയേണ്ടത്. അത് ഇതുവരെ ഉണ്ടായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമുക്ക് റിലേ ചെയ്യാവുന്ന കാര്യം സംസ്ഥാന സർക്കാരുകൾ
ഇതിലെടുക്കാൻ പോകുന്ന നടപടി തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷാപൂർവ്വം നോക്കാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാകും. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ആണ്. ഇപ്പോൾ കേരള സംബന്ധിച്ചിടത്തോളം സമുദ്ര മേഖലയിലുള്ള ഒരു പ്രശ്നം ഇമ്മീഡിയറ്റുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരെന്ത് നടപടി എടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് പ്രത്യാശ നോക്കും. മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യക്തതയില്ലായ്മയുണ്ട്. കാര്യം കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് മുഖ്യ ഉത്തരവാദിത്തം വഹിക്കേണ്ടതും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതും പ്രതിവിധി നേരിടുന്നത്. കാര്യം അവരാണ് ഇത്തരം കാര്യങ്ങൾ നയപരമായിട്ട് തീരുമാനിക്കാൻ അധികാരമുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ഇതിൻ്റെ ഒരു സാഹചര്യം ഇതായതുകൊണ്ട് ഇപ്പോൾ കേരളമാണെങ്കിൽ ഇമ്മീഡിയറ്റ് സാഹചര്യം കേരളത്തിലെ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതെന്തെങ്കിലും ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മറ്റ് നമ്മൾ എന്തായാലും നിങ്ങളെല്ലാവരും നമ്മൾ വെറുതെ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച ഈ വാർത്തകൾ നമ്മൾ നിൽക്കുന്ന തിരുവേപ്പ സംബന്ധിച്ച വാർത്തയാണ്. ആ വാർത്ത നമ്മുടെ സ്വയം ഗൗരവമായിട്ടുള്ള വാർത്തയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ആഘാതം ഇന്നു മുതൽ ആരംഭിച്ചു തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ഇതൊക്കെയാണ് മെഷേഴ്സ് എടുക്കാമെന്നെ കുറിച്ച് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഒരു ഹാൻഡ് ഔട്ട് സാധാരണ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇത്തരമൊരു പ്രതിസന്ധി രാജ്യത്തിന് മുമ്പിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് നോട്ട് നിരോധനത്തെ സമയത്തും പല ഘട്ടങ്ങളിലും നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇന്ന് അങ്ങനെ അഭിസംബോധന ചെയ്യേണ്ട ഘട്ടം അതിൻ്റെ അകത്തുണ്ട്. ഇതൊരു ചെറിയ സംഭവമായിട്ട് കാണണം. കാര്യം ഒരു വ്യാപാര മേഖല, പ്രത്യേകിച്ച് നരേന്ദ്രമോദി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അമേരിക്കൻ പ്രസിഡൻ്റാണ് ഈ നടപടി എടുത്തിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ ഈ വിഷയം അവതരിപ്പിക്കാനും ജനങ്ങളുടെ ആശ്വാസം പകരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടതല്ലേ? അപ്പോൾ അത്തരൊരു പ്രതിസന്ധി രാജ്യത്തിന് മുമ്പിലുണ്ട്. അതാണ് ഞങ്ങൾ ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മളെവിടെയും കണ്ടോ? അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ 4/1 ഭാഗവും മറ്റോ അമേരിക്കയിലേക്കാണ് കയറ്റി അയക്കുന്നത്. അതായത് $7,360 കോടി കയറ്റുമതിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായതെന്നാണ് ഒരു പഠനം പറയുന്നത്. അതിൽ തന്നെ $1,036 കോടി ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നായിരുന്നു. ഇപ്പോൾ ബനാറസ് പട്ട് അല്ലെങ്കിൽ കാഞ്ചീപുരം പട്ട് എന്നൊക്കെ പറയുന്ന ഒരു യുണീക്ക് പ്രോഡക്റ്റ്. അപ്പോൾ അവർ ഈ മാർക്കറ്റിനെ കൂടെ ആശ്രയിച്ചിട്ടായിരിക്കും അവരുടെ ഒരു എന്താ പറയുക നിർമ്മാണ ശൃംഖല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവരുടെ ഒരു നിർമ്മാണ രീതി അവർ ഫോളോ ചെയ്യുന്നത് ഈ മാർക്കറ്റിനെ കൂടെ മുന്നിൽ കണ്ടിട്ടായിരിക്കും. അത് പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പ്രൊഡക്ഷൻ കുറയ്ക്കും. പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളോട് നാളെ മുതൽ വരണ്ടെന്ന് പറയും. ഇതായിരിക്കുമല്ലോ തന്നെയാണ്. അത് ഇതേ സെയിം തിങ് ആയിരിക്കുമല്ലോ ഇവിടെ ഈ സമുദ്രോൽപ്പന്ന സംസ്കരണ മേഖലയിൽ ഉണ്ടാവാൻ പോകുന്നത്. അതെ. ഇപ്പോൾ നമ്മുടെ രാജീവ് പറഞ്ഞ ഈ പ്രൊഡക്ഷൻ ശൃംഖല ഇതേ ബന്ധപ്പെട്ട് ആ നിർമ്മാണ ശൃംഖല പ്രധാനപ്പെട്ട കാര്യം. നിർമ്മാണ ശൃംഖല എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് മാത്രമല്ല, അത് അനുബന്ധ ഓക്സിലറി ഇൻഡസ്ട്രീസ് ഉണ്ട്, ഓക്സിലറി തൊഴിലുണ്ട്. ഇതെല്ലാം ബാധിക്കും. ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കൊടുക്കുന്നവരുണ്ടാവും, ഇതായി ലോജിസ്റ്റിക് സപ്പോർട്ട് കൊടുക്കുന്നവർ. ഇപ്പോൾ ഈ മേഖല മുഴുവൻ ബാധിക്കാൻ പോവാണ്. അപ്പോൾ ഈ വ്യാപാര മേഖലയിലും ഈ ലോജിസ്റ്റിക് മേഖലയിൽ മുഴുവൻ കാര്യം ഇതൊരു ചെയിനാണല്ലോ. ഈ വാല്യൂ ചെയിൻ മുഴുവൻ ബാധിക്കും. ഈ വാല്യൂ ചെയിനെ മുഴുവൻ ബാധിക്കുന്ന അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് വലിയ പ്രത്യാശ നിൽക്കുന്ന വിധത്തിൽ ഇന്ത്യ 4ാമത്തെ ഇക്കോണമിയെ മാറുന്നു. ഇന്ത്യയുടെ GDP ഉയരുന്നു. ഇന്ത്യയുടെ 2% മറ്റാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വരുന്നത്. പക്ഷേ അത് വലിയ കാര്യമല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിന് ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വാരണാസി മാത്രമല്ല പല സ്ഥലങ്ങളിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഓരോ തലത്തിലുണ്ട്. കേരളത്തിലാണെങ്കിൽ സമുദ്രോൽപ്പന്നം, നമ്മുടെ മലഞ്ചരക്ക് മേഖലയിലാണെങ്കിൽ തമിഴ്നാട്ടിൽ തിരുപ്പൂർ, അങ്ങനെ ഓരോ സ്ഥലത്തും അതിൻ്റെ ഉണ്ട്. ഇതിൻ്റെ കേരളത്തിൻ്റെ സമുദ്രോൽപ്പന്നങ്ങൾ മാത്രമല്ല, മറ്റേ ഈ സംസ്കരിച്ച ഫുഡ് ഐറ്റംസ് ഒരുപാട് പിക്കിള് അത് എന്നൊക്കെ പറയുന്നത് അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് കയറ്റി അയക്കുന്നത്. ഇതിനൊക്കെ കൊടുക്കേണ്ടി വരും 60-65% നികുതി. ഇത്രയും നികുതി കൊടുത്തിട്ട് അവിടെ ഇത് ആര് വാങ്ങാനാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതാണിപ്പോൾ ഇമ്മീഡിയറ്റ് ഇമാജിൻ അവിടെ ഇത് വാങ്ങൽ കുറയും. ഇത് ദൂരവ്യാപകമായിട്ട് പറയുന്ന പോലത്തെ അമേരിക്ക ഇമ്പാക്ട് ചെയ്യാൻ പോകുകയാണെന്നൊരു ആരോപണം ഒരു വിമർശനം ഇതിൻ്റെ അകത്ത് ഒരു ഗൗരവമായ വിമർശനമുണ്ട്. കാര്യം ആത്യന്തികമായിട്ട് ഇത് അമേരിക്കയും ട്രംപിനെ തന്നെ അടിത്തറളക്കുന്ന രീതിയിലായിരിക്കും. കാര്യം ഇപ്പോൾ തൽക്കാലം അവരെ സംബന്ധിച്ചുള്ള അവരുടെ ബോണ്ട് മാർക്കറ്റിലേക്കെല്ലാം വ്യാപിക്കും. ഈ പ്രതിസന്ധി ബോണ്ട് മാർക്കറ്റിൽ വ്യാപിക്കും. കാര്യം ചൈനയ്ക്കും ജപ്പാനും ബോണ്ട് മാർക്കറ്റിൽ വലിയ തോതിലുള്ള അവിടെ ഇതുള്ളത്. അതുകൊണ്ട് ഈ പഴയ 2008 അമേരിക്ക നേരിട്ട് അതേ പ്രതിസന്ധിയിലേക്ക് ട്രംപ് കൊണ്ടുപോകണം, ഭീകര നയം കൊണ്ടുപോകണമെന്നുള്ളൊരു വാദം ഇടതുപക്ഷ എക്കണോമിസ്റ്റുകളല്ല, ഈ വലതുപക്ഷ ഓർത്തഡോക്സ് നിയോ ക്ലാസിക്കൽ എക്കണോമിക്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വാഷിംഗ്ടൺ പോസ്റ്റിലും ന്യൂയോർക്ക് ടൈംസിലും എഴുതി തുടങ്ങി. കാര്യം ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഇപ്പോഴല്ല അവിടുത്തെ. അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് അതിനുവേണ്ടി കാത്തു നിൽക്കാൻ പറ്റില്ല. കാര്യം ആ സമയത്ത് ഒരു പക്ഷേ സംവിധാനങ്ങൾ മാറിയിരിക്കാൻ പുതിയൊരു ആലോചന വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് അതുവരെ കാര്യം ഇവിടെ മുഴുവൻ തകർന്നശേഷം എന്താ ആലോചിച്ചിട്ട് കാര്യം. അപ്പോൾ ഇതിനു മുമ്പിൽ നമുക്കൊരു ഇതാണ് എനിക്ക് പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയ കാര്യം. നമുക്കൊരു വളരെ ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് വ്യൂ ഒന്നുമില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്ര ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ആരെങ്കിലും വന്നൊരു അഷുറൻസ്, ഇതാണ് ഞങ്ങൾ ഒരു പാക്കേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിർമ്മലാ സീതാരാമൻ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് രാജീവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിർമ്മലാ സീതാരാമൻ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളിൽ ആകെ കണ്ടിരിക്കുന്നത് ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ സ്വയം പര്യാപ്തമാണ്, നമ്മളിതാ 4ാമത്തെ എക്കണോമി ആവാൻ പോവാണ്,
നമ്മളുടെ GDP വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുക. ഇത്തരം അവകാശവാദങ്ങൾ ഇങ്ങനെ പറയുകയും മറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളിതാ തുറക്കാൻ പോവുകയാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു നടപടി, അല്ലെങ്കിൽ ഇതുപോലും ക്രൈസിസിലേക്ക് ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ സെക്ടർ പോകുന്നുണ്ടെങ്കിൽ അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനൊരു സ്കീം ഞങ്ങൾ തുടങ്ങും എന്നെങ്കിലും പറയാമല്ലോ. ഇത് അങ്ങനെയുള്ള യാതൊന്നും കേട്ടിട്ടില്ല. മാത്രമല്ല, ഈ പെട്രോളിൽ തന്നെ റഷ്യൻ പെട്രോളിൽ ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ നമ്മൾ ഈ പുതിയ വിവാദത്തിനെതിരെ അമേരിക്കയിൽ പ്രതിരോധം ഉയർത്തിയാലും ഗൗരവമായ ആൾക്കാർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരുപക്ഷെ ഗവൺമെൻറ് മറ്റ് വികസന പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇവിടുത്തെ മനുഷ്യരുടെ ക്രയവിക്രയ ശേഷി മറ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ ഏത് തരത്തിൽ ഗുണം ചെയ്യുന്നതിനെക്കുറിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വ്യക്തത ഇപ്പോഴും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ ധനകാര്യമന്ത്രി വന്ന് പ്രകടിപ്പിക്കും നമ്മളാരും കണ്ടിട്ടില്ല. കാര്യം പ്രധാനമന്ത്രി അഡ്രസ് ചെയ്യേണ്ട വിഷയമുണ്ട്. ഡിപ്ലോമാറ്റിക് എഫേർട്സ് നടക്കുന്നുണ്ട്. തീർച്ചയായും അതിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഡിപ്ലോമാറ്റിക് എഫേർട്സ് നടക്കുന്നുണ്ടെന്ന് അത് ചെയ്യാൻ കാര്യം ചൈനയായിട്ട് സഹകരിക്കേണ്ടി വരും, ബ്രസീലായിട്ട് സഹകരിക്കേണ്ടി വരും, ബ്രിക്സിനെ ശക്തിപ്പെടുത്തേണ്ടി വരും, പുട്ടിനെ കാണേണ്ടി വരും. അപ്പോൾ ഈ ഒരു അമേരിക്കയുടെ ബന്ധപ്പെട്ട രാഷ്ട്രീയം ഇവരെല്ലാം തന്നെ പ്രത്യാഘാതം നേരിടുന്നവരാണ്. കാര്യം ചൈനയ്ക്ക് സംബന്ധിച്ചോളം ഏഷ്യയിലൊരു പ്രധാന ശക്തിയായിട്ട് അത് അംഗീകരിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട്. കാര്യം ചൈന എന്തൊക്കെ തന്നെയാണെങ്കിലും അമേരിക്കയുടെ ഈ തിരുവ സ്ഥാനത്ത് ശക്തമായി പ്രതിരോധിച്ചു, തിരിച്ച് അവർ തിരുവേർപ്പെടുത്തിയും തിരിച്ചെടുക്കുകയും നമുക്കറിയാം. ഓപ്പൺ എഐക്ക് പകരം ഡീപ് സീക്ക് പോലുള്ള ആ ഘട്ടത്തിലാണ് വന്നത്. അപ്പോൾ ചൈന പലതരത്തിലും ടെക്നോളജി മേഖലയിലാണെങ്കിലും പ്രൊഡക്ഷൻ മേഖലയിലാണെങ്കിലും എല്ലാം ഒരു വലിയ പ്രതിരോധം ഉയർത്തുണ്ടായി. അപ്പോൾ ഏഷ്യയിൽ ചൈനയുടെ ഒരു ആധിപത്യം അംഗീകരിക്കുന്നൊരു ഘട്ടം കൂടി ഇന്ത്യക്ക് ഉണ്ടാവുന്ന സ്ഥിതിവിശേഷമായിരിക്കും വരിക. കാര്യം നമ്മുടെ ഈ ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വയം വിശ്വാസത്തിലേക്ക് പോകുന്നൊരു ഘട്ടം ഒരു ഗവൺമെൻറ് സ്വയം പ്രകടിപ്പിച്ചാൽ പോരല്ലോ, അത് വേണം. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ കാലങ്ങളായിട്ട് അവരെടുത്ത അവിടെ പ്രൊഡക്ഷനായി കൊടുത്ത ഒരു പിൻബലവും സ്റ്റേറ്റ് എടുത്ത എഫേർട്സിൻ്റെയൊക്കെ ചില ഗുണഫലങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ആപ്പിളും ചൈന എന്ന പുസ്തകങ്ങളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ MNCകളൊക്കെ വരുന്നതിന് ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പുതിയ പല പ്രോജക്റ്റുകളൊക്കെ മോഡി കൊണ്ടുവന്നില്ല പറയുന്നില്ല. അതുപോലെ തന്നെ പല മാനുഫാക്ചറിങ് സെക്ടർ വികസിപ്പിക്കാനൊക്കെ മോഡിയുടെ എഫേർട്ട് നടന്നത്. പക്ഷേ ചൈന ഡോമിനൻറ്റ് പ്ലെയറാണ്. അപ്പോൾ ഒരുപക്ഷെ ചൈനയുടെ ഒരു ആധിപത്യം ഇന്ത്യക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആധിപത്യം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലഡാക്കിൻ്റെ ഏരിയയിലൊക്കെയുള്ള കടന്നുകയറ്റമൊക്കെ ഇന്ത്യ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യക്ക് ഈ ആധിപത്യം അംഗീകരിച്ചു കൊടുക്കേണ്ടതെന്ന് വരുന്ന ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കും ഇന്ന് ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാർ തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യൽ ഏജൻസികളും PTA പോലുള്ള ഏജൻസികളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസാണ്. തീർച്ചയായിട്ടും അവരുമായിട്ടുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഡക്ട്സ് ഇങ്ങോട്ട് ഇറക്കാൻ അനുമതി കൊടുക്കേണ്ടി വരും, തീർച്ചയായിട്ടും കൂടുതൽ ഇറക്കാൻ അനുമതി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇറക്കാൻ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സിറ്റുവേഷൻ ആയിരിക്കും. അമേരിക്കയിലുള്ള കയറ്റുമതി ഇല്ലാതാവുന്നു, ചൈനയിൽ നിന്ന് ധാരാളമായി പ്രോഡക്ട്സ് ഇങ്ങോട്ട് വരാൻ, ഇവിടെ നിന്ന് അങ്ങോട്ട് അത്രയും വോള്യത്തിൽ കയറ്റുമതി ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഗുരുതരമായൊരു ട്രാപ്പാണ് സത്യം പറഞ്ഞത്. വളരെ ഒരു പ്രതിസന്ധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാര്യം ചൈന അതിൻ്റെ ഒരു മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചൈനയ്ക്ക് ചൈന അമേരിക്കയുടെ ഓൾറെഡി പ്രതിരോധം ഉയർത്തിക്കൊണ്ട് ചൈനയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം അവരുടെ ഭാഗത്തുണ്ട്. ആ ഒരു ആത്മവിശ്വാസം ഒരുപക്ഷെ മറ്റ് രാഷ്ട്രങ്ങൾക്ക് താരതമ്യേന കുറവായിരിക്കാം, ഇന്ത്യക്ക് മാത്രം മറ്റ് പല രാഷ്ട്രം. പക്ഷേ ഇന്ത്യ ഒരുപക്ഷെ ചൈനയോട് കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഒപ്പത്തിനൊപ്പം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അമേരിക്കയായിട്ടും ഇസ്രായേലുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ആഭിമുഖ്യം പോലും ചൈനയായിട്ടുള്ള കോമ്പറ്റീഷൻ ബന്ധപ്പെട്ട. പക്ഷേ അതിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു ഗ്യാപ്പ് വരികയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പ്രതിഫലിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ആ സമയം അത്ര ആലോചനകൾ. പിന്നെ ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ച് തന്നെ നമ്മൾ ആലോചിക്കാൻ സംബന്ധിച്ചാൽ ഇന്ത്യൻ എക്കോണമി അങ്ങനെ ഒരു ഇത് പ്രകടിപ്പിക്കുന്ന കഴിഞ്ഞ ഫ്രണ്ട് ലൈൻ ഇഷ്യൂ ഉണ്ട്. നമ്മൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിനപ്പുറം ഏതൊക്കെ തരത്തിലുള്ള മേഖലകളാണ്. കാര്യം തൊഴിലില്ലായ്മ ആരിൽ പരിഹരിച്ചിട്ടില്ല, പല മേഖലകളിലും പ്രശ്നമൊക്കെ ഉണ്ട്. മറ്റൊരു കാര്യം രാജീവോടെ പറയുന്നൊരു കാര്യം, ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ എക്സ്പോർട്സിനെ ഈ തീരുവ ബാധിക്കുന്നില്ല. കാര്യം അത് വേറെ തരത്തിൽ നടക്കുന്നൊരു ഏർപ്പാടാണ്. പക്ഷേ ഈ ട്രംപിൻ്റെ പോളിസി ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട്സായി ബന്ധപ്പെട്ടും ഈ ഔട്ട്സോഴ്സിംഗ് ബന്ധപ്പെട്ടും കൃത്യമായി കാര്യം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നയം. അപ്പോൾ ഔട്ട്സോഴ്സിങ്ങിനൊക്കെ തത്വത്തിൽ അയാൾ എതിരാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി അതുകൊണ്ട് ഈ നാളെ സോഫ്റ്റ് ഇൻഡസ്ട്രിയും ഔട്ട്സോഴ്സിങ്ങിനൊക്കെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നത് നമുക്ക് വ്യക്തതയില്ല. കാര്യം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ അതും ഗുരുതരമായി ബാധിക്കും. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സോഫ്റ്റ് ഇൻഡസ്ട്രിയിലെ തൊഴിലിനെയും ഒക്കെ തന്നെ ബാധിക്കും. ഇപ്പോൾ തന്നെ AI വന്നിട്ട് തന്നെ നമ്മളെ പല രീതിയിലും ബാധിച്ചിരിക്കുന്നു. ഈ നിലയിൽ ആ നിലയിലാണ് അമേരിക്കയുടെ പുതിയ സോഫ്റ്റ്വെയർ ബന്ധപ്പെട്ടൊരു പുതിയ സമീപനം വരാൻ പോകണമെങ്കിൽ ഇത് ഔട്ട്സോഴ്സിങ് മേഖലയിൽ ശക്തമായിട്ടുള്ള ഇന്ത്യയും കേരളത്തെയൊക്കെ ബാധിക്കും. പക്ഷെ നമ്മളിത് കാണാതിരിക്കും. ഞാൻ പറഞ്ഞതൊരു എന്താ പറയുക വളരെ ഒരു ഗ്ലൂമി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡൂംസ്ഡേ സിറ്റുവേഷൻ എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളിത്തരം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു പുതിയ സാമ്പത്തിക ക്രമം സൃഷ്ടിക്കേണ്ടതെന്ന് കുറിച്ച് ആലോചന നമുക്ക് ആവശ്യമുണ്ട്. 2008 നമുക്ക് നിർണായക. 2008 അമേരിക്ക ഗുരുതരമായ പ്രതിസന്ധി നേരിട്ട സമയത്ത് അവിടെ മാർക്സ് തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ ചർച്ചകൾ ഇന്ത്യ പിടിച്ചു നിന്നു. ഇന്ത്യ ബാധിച്ചിട്ടില്ല.
അന്ന് ഇന്ത്യക്ക് അങ്ങനെ ഒരു നയം ഉണ്ടായിരുന്നു, സമീപനം ഉണ്ടായിരുന്നുകൊണ്ട് പിടിച്ചു നിന്നിരുന്നു 2008. ഇന്ന് അത് നമ്മൾക്ക് സാധിക്കുമോ എന്നുള്ള കാര്യം ആലോചിക്കണം. നവലിബറൽ ഇതിലേക്ക് മാറിയ 2008 ഇന്ത്യ പിടിച്ചു നിന്നു. പക്ഷേ ഇന്ന് നമുക്ക് അത്രമേൽ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്, നമുക്കറിയില്ല. പക്ഷേ ആ അഷുറൻസ് എന്ന് പറയുന്ന കൃത്യമായി രേഖപ്പെടുത്തി പറയേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റാണ്, ധനകാര്യ മന്ത്രാലയമാണ്, ധനകാര്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്. അത് രാഷ്ട്രീയമായിട്ടല്ല, ഒരു അഷുറൻസ് ഉണ്ട്. നമ്മൾ ഈ പത്രങ്ങളെ, അതായത് നമുക്ക് ആശ്രയിക്കുന്ന മാധ്യമങ്ങളാണ്, മിക്കവാറും മാധ്യമങ്ങളെല്ലാം ഗവൺമെൻറ് അനുകൂലമായി എഴുതുന്ന മാധ്യമങ്ങൾ. പക്ഷേ ആ മാധ്യമങ്ങളിൽ തന്നെ, പ്രത്യേകിച്ചും ഈ ഫിനാൻഷ്യൽ ബിസിനസ് റിപ്പോർട്ടിംഗ് നടത്തുന്ന മാധ്യമങ്ങളിൽ തന്നെ അങ്ങനെ വാർത്തകൾ നമ്മൾ കാണും. നമ്മൾ ഇങ്ങനെ സൂക്ഷ്മം പരിശോധിക്കുക, എന്താണ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എടുക്കുന്ന ആക്ഷൻ. എല്ലാം ഡിപ്ലോമാറ്റിക് എഫേർട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിലെല്ലാം എക്കണോമിക് ടൈംസ് ആണെങ്കിലും ബിസിനസ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണെങ്കിലും ഇവരെല്ലാം പറയുന്നത് ഡിപ്ലോമാറ്റിക് നയതന്ത്രമായ എഫേർട്സിനെ കുറിച്ചാണ് പറയുന്നത്. മറിച്ച് നമുക്ക് സോൾഡ് ആയിട്ടുള്ള എക്കണോമിക്കായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് മെഷേഴ്സ് എടുക്കാൻ പോകുന്നതിനെ കുറിച്ച് റിപ്പോർട്ടുകൾ വളരെ കുറവാണ്. നമ്മളതാണ് നോക്കുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ മത്സ്യത്തൊഴിലാളി മേഖല, സമുദ്രങ്ങളുടെ സംസ്കരണ മേഖല, ഈ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയൊക്കെ തന്നെ ബാധിക്കുകയാണെങ്കിൽ ഒരു മേഖലയില്ല, ഒരു ഓക്സിലറി മേഖല മുഴുവൻ ബാധിക്കും. എന്താണ് ഇതിനൊരു പരിഹാരമുള്ളത്? അത് എത്ര ജീവിതത്തെ ബാധിക്കും? ഏതൊക്കെ തരത്തിൽ കേരളത്തിൻ്റെ പ്രതിസന്ധിയെ ബാധിക്കും? ഇതൊക്കെ തന്നെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ കേരള ഗവൺമെൻറ് അകത്തൊരു തീരുമാനമെടുക്കുന്ന കാര്യം ഇമ്മീഡിയറ്റ് ഒരു പ്രശ്നമാണ്. സംസ്ഥാനത്ത് നിലപാടെടുത്തേ പറ്റൂ. കാരണം സംസ്ഥാന സർക്കാരിന് അധികം ഭരണം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയുള്ളതല്ല. കാര്യം സംസ്ഥാന സർക്കാർ തന്നെ പലതരത്തിലും സാമ്പത്തിക പ്രശ്നം നേരിടുന്നുണ്ട്. കാര്യം GST ബന്ധപ്പെട്ട തർക്കങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട്, അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും അതാത് നിലയ്ക്ക് ഇത് പ്രശ്നം നേരിടുന്നുണ്ട്. ഇതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മെഷർ എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കേണ്ടത്. കാര്യം ഇതാണ് നമ്മുടെ ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ, ഈ ഗവൺമെൻറ് കൃത്യമായി ജനങ്ങൾക്ക് വിശ്വാസം കൊടുക്കാനാണ്, ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മെഷേഴ്സ്, നിങ്ങളത് ബാധിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നതിനാണ് ആത്മനിർഭരത. സ്വദേശി എന്ന് പറയുന്നത് പെട്ടെന്നൊരു സാധനം, അതൊരു കാര്യം രാജ്യപ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ 90-ന് ശേഷം നവലിബറൽ എക്കോണമിയിലേക്ക് മാറി. നവലിബറൽ എക്കോണമിയിലേക്ക് മാറിയതിന് ശേഷം നമ്മൾ ജീവിച്ച സാഹചര്യം വേറൊന്നാണ്. കാര്യം കേരളത്തിലെ ഉപരിവർഗം മധ്യവർഗമൊക്കെ തന്നെ ഒരു കാരണവശാലും സ്വദേശി ഒരു വിശ്വാസമുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, പൊതുവിൽ ഇന്ത്യ സിറ്റീസിൽ മുഴുവൻ അങ്ങനെ തന്നെയാണ്. അവർ നാളെ മുതൽ സ്വദേശിയിലേക്ക് മാറുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല, പുതിയ പ്രോഡക്ട്സും പുതിയ സാഹചര്യങ്ങളും പുതിയ സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിച്ച മനുഷ്യർ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പുറകോട്ട് പോകുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ വ്യാപകമായിട്ടുള്ള നമ്മുടെ നഗരവൽക്കരണം നടക്കുന്നു. ആ വ്യാപകമായ നഗരവൽക്കരണ ഭാഗമായിട്ട് നമ്മൾ നേടുന്ന ഇലക്ട്രോണിക് ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ മേഖലയിലാണുള്ളത്. അപ്പോൾ ഇത്തരം എന്താ പറയുക, ഒരു അമേരിക്കൻ ബ്രാൻഡുകൾക്കൊരു ആധിപത്യം ആ നിലയിൽ പല സ്ഥലത്തും പല മേഖലയിലുണ്ട്. അപ്പോൾ നമുക്കറിയാം, അത് ഐഫോൺ ആയിക്കോട്ടെ, ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ട് പലത് മേഖലയിലും, ഇത് ടെക് മേഖലയിൽ പല ടെക് മേഖലയിലും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മീഡിയ ഇൻഡസ്ട്രിയിലൊക്കെ നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ഇതായി ബന്ധപ്പെട്ട് എന്താണ് നമ്മളുടെ ഒരു സൊല്യൂഷൻ എന്താണ്? അപ്പോൾ തിരിച്ചടിക്കാൻ നമുക്ക് പറ്റുമോ? കാര്യം ഇതിനൊക്കെ നമുക്ക് തിരിവേർപ്പെടുത്താൻ പറ്റുമോ? എന്തായിരിക്കും ഒരു പ്രതിരോധ മെക്കാനിസം? കാര്യം അമേരിക്കയെ പ്രതിരോധിക്കാൻ മറ്റെന്ത് മാർഗ്ഗമുണ്ട്? അപ്പോൾ ഒരു പൊളിറ്റിക്കലായിട്ടൊരു ഡിസിഷൻ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ആ ഡിസിഷൻ വളരെ ആർജവത്തോട് എടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇതിൽ പ്രതിരോധ മേഖലയിലും വ്യോമ മേഖലയിലും ഒക്കെ പലതരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കരാറുകളെക്കുറിച്ചൊക്കെ ചില സംസാരങ്ങളൊക്കെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ഇത്തരം ടാക്ടിക്കലായിട്ടുള്ള ചില തീരുമാനങ്ങളും ചില മറ്റേ മെസ്സേജസ് കൊടുക്കലും ഒക്കെ മുൻകാലത്ത് ഗവൺമെൻറ്റുകളൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പക്ഷേ ഈ ഗവൺമെൻറ് പോകുന്നതായിട്ട് കാണുന്നില്ല. അത് വെച്ചാൽ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ദാമോദർ പ്രസാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ട്രംപിന് അടുത്ത ഉൾവിളി ഉണ്ടായിട്ട് അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് എത്തിച്ചേരും, അതോടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക. പക്ഷേ ഈ 6 മാസം മതി ഈ ഏരിയ മുഴുവൻ, എന്താ പറയുക, ഈ ഏരിയയും ഇതുമായി റിലേറ്റ് ചെയ്ത മേഖലകളും മുഴുവൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ എന്നുള്ളൊരു തിരിച്ചറിവ് ഒരുപക്ഷെ ഗവൺമെൻറ്റിന് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഗവൺമെൻറ് പൊളിറ്റിക്കലായിട്ട് ഡിസിഷൻ എടുക്കേണ്ട സ്ഥിതിയുണ്ട്. കാര്യം അതിനെ സമയത്തുള്ള പ്രശ്നങ്ങളെന്ന് എനിക്ക് തോന്നുന്നത് അതാണ് അതിൻ്റെ അകത്ത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യക്കും ചൈനയ്ക്കും എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം? ഇപ്പോൾ ഇന്ത്യക്ക് ആത്മവിശ്വാസം നമ്മൾ കാണിക്കുന്നുണ്ട്, ശരിയാണ്, ഞാനല്ല പറയുന്നില്ല. പക്ഷേ റഷ്യയും ചൈനയും അവർ റിസോഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ അവർ മുൻകൂട്ടി കണ്ട് അവരെ പ്രതിരോധം ഉയർത്തിയിട്ടുണ്ട്. അവരുടെ ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ വളരെ മുമ്പ് തന്നെയുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അമേരിക്ക, അതുപോലെ തന്നെ ഇപ്പോൾ നോക്കി, ഇപ്പോൾ ഇസ്രയേലായിട്ട് നമ്മുടെ ബന്ധം, ഇത് നമ്മൾ നയതന്ത്രപരമായിട്ട് കാര്യം, ഇസ്രയേൽ അമേരിക്കയുടെ അടുത്ത് ഇതിൽ പ്രധാനപ്പെട്ട ട്രംപിനെ നോബൽ സമ്മാനം എങ്ങനെ പിടിച്ചു വാങ്ങുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതായിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു വികലം അതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ തർക്കത്തിന് ആൾക്കാർ തമാശയായാലും ഒരു യാഥാർത്ഥ്യ കാര്യം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ട്രംപിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അവിടെ ഗസയിൽ പട്ടിണി കിടക്കുകയാണ്, കൊടും പട്ടിണി, ഒരു ജനതയെ മുഴുവൻ കൊടും പട്ടിണി തള്ളി അതിഭീകരമായിട്ടുള്ള അധിനിവേശം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നോബൽ സമ്മാനം അത് പരിഹരിച്ചുകൊണ്ട് വാങ്ങാനായിട്ട് ഒരു താല്പര്യമില്ലാത്ത ട്രംപ്. അപ്പോൾ ഇസ്രയേൽ ഇന്ത്യയുടെ ബന്ധമുണ്ട്, ഇസ്രയേൽ അമേരിക്കയിൽ വളരെ അടുത്ത ബന്ധമുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹുവും
നരേന്ദ്രമോദി വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, വളരെ അടുപ്പം പുലർത്തുന്നവരാ. എന്തുകൊണ്ട് ഇസ്രയേൽ ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല? അടുപ്പം മാത്രമല്ല, പ്രത്യേകിച്ച് പിന്നെ നമുക്കറിയാലോ, പെഹൽഗ്രാമിന് ഭീകരാക്രമണ സമയത്ത് ഇത് ഹമാസ് നടത്തിയെന്ന് ഇസ്രയേലിലെ ഒരാൾ വന്ന് പറയണ്ടായി. ഇസ്രയേൽ എൻവോയ് ഇവിടെ പ്രകടിപ്പിച്ചതാണ്. അത് അത്രമാത്രം ബന്ധം അതൊക്കെ വ്യാപിപ്പിക്കാൻ കേരളത്തിൽ ചർച്ചയാക്കാനും ഇന്ത്യയിൽ ചർച്ചയാക്കാനും ശ്രമം നടത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഇസ്രയേലിൽ അങ്ങനെ ബന്ധമുണ്ട്, എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്? അപ്പോൾ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണ് ഇവിടെ? ഈ ഒരു പ്രതിസന്ധിൻ്റെ സമയത്ത് ആരാണ് നമുക്ക് വന്നത്? നമ്മുടെ അയൽവക്കക്കാരായിട്ടുള്ള ചൈനയും റഷ്യയും. അതായത് പഴയ ചൈനയും റഷ്യയും കൂടി അതിൻ്റെ അകത്തുണ്ട്. പഴയ സോവിയറ്റ് യൂണിയൻ, എന്തായാലും പുടിൻ ഒരു വലദോഷ നേതാവാണ്. പക്ഷേ ഒരു ഇന്ത്യയുടെ ബന്ധം വരെ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ ദീർഘകാലത്തെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ നമുക്ക് പ്രതിസന്ധി സമയത്ത് ആര് വന്നു? കാര്യം അവർ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ല. ഒരു കാരണവശാലും റഷ്യ ഇന്ത്യക്ക് ഒരു ഘട്ടത്തിലും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ല. അത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്താണെങ്കിലും ഒരു ഘട്ടത്തിലും. തീർച്ചയായിട്ടും ചൈന ഒരു പ്രശ്നം 64 യുദ്ധമുണ്ട്. പക്ഷേ ഇപ്പോൾ ആര് നമ്മുടെ സഹായത്തിന് എത്തി? അമേരിക്കയാണോ? അപ്പോൾ നമ്മളെ നേരിട്ട് പ്രതിസന്ധിയിലേക്ക് വിടുക. അപ്പോൾ എല്ലാ കാലത്തും അമേരിക്കൻ സാമ്രാജ്യത്തിന് ഇന്ത്യയെ സംബന്ധിച്ച്, സൗത്ത് ഏഷ്യ സംബന്ധിച്ച്, ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതന്നെയായിരുന്നു നിലപാട് എല്ലാ കാലത്തും. എല്ലാ കാലത്തും ഇന്ത്യയിലെ നയതന്ത്ര വിദഗ്ധർക്കും ഇന്ത്യയിലെ ഇടതുപക്ഷം പ്രത്യേകിച്ച് ആവർത്തി പറയണം, അമേരിക്കയുടെ എല്ലാ കാലത്തെയും ഇന്ത്യയുള്ള സമയം എക്കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. 47 ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം അമേരിക്കയുടെ നിലപാട് എല്ലാ കാലം സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയെ ഒരു സംശയദൃഷ്ടിയോടും ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ശ്രമങ്ങളാണ് എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരുന്നത്. അത് തിരിച്ചറിയുന്നൊരു ഘട്ടം കൂടിയാണ്. പക്ഷേ ഇത് തിരിച്ചറിയ സമയത്ത് RSS, BJP അവരെ സംബന്ധിച്ച് എക്കാലത്ത് അമേരിക്കയോട് ചായ്വ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവരുടെ അഭിപ്രായം പെട്ടെന്ന് പിന്നോട്ട് പോയി? ഇന്ന് നമ്മൾ കാണുന്ന ആ അഭിപ്രായം നിർത്തി ചൈന വിരുദ്ധ പ്രകടമായി ഓരോ നിമിഷങ്ങളും ചൈന സർവൈലൻസ് സ്റ്റേറ്റാണ്. ഇവിടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് മൊബൈലൊക്കെ പോകുമ്പോൾ അതിനകത്ത് സർവൈലൻസ് ഉണ്ട്, ടിക്ടോക്ക് നിരോധിച്ചു എന്ന് പറയുന്നത് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു നമുക്ക്. അതിൻ്റെ ശരിതെറ്റുകൾ. പക്ഷേ ഇന്ന് ചൈനയോട് നിലപാടിൽ ഒരു മാറ്റം വരുത്തിയോ? ഈ ചൈനീസ് പേടി അവസാനിപ്പിച്ചോ? നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വലിയ പ്രതിസന്ധി അമേരിക്ക സൃഷ്ടിച്ച പ്രതിസന്ധി. എങ്ങനെയാണ് സൃഷ്ടിച്ച പ്രതിസന്ധി? അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട്. നമുക്കറിയാം നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഷീ ജിൻപിങ്ങിന് ബന്ധമില്ല, പുടിനായിട്ട് തിരിച്ച് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി ഒരിക്കലും ഒരു പ്രധാനമന്ത്രി തന്നെ വളരെ രീതിയിൽ പിന്തുണച്ചതാണ്. ആ സ്ഥിതിയിൽ നിന്നാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവസാനം ഒരു പ്രതിസന്ധി ഘട്ടം വന്ന സമയത്ത് നമുക്ക് ആശ്രയിക്കാൻ ഈ പഴയ 3 ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ റഷ്യ പോലെ പഴയ സോഷ്യലിസ്റ്റ് ശരി തന്നെയുള്ളൂ. ഇതൊരു വലിയ തിരിച്ചറിവ് ഇന്ത്യയിലെ നയതന്ത്ര വിദഗ്ധർക്കും നമ്മുടെ വിദേശകാര്യ വിദഗ്ധർക്കും നമ്മുടെ വിദേശത്തെക്കുറിച്ച് ആലോചിക്കുന്നവർക്കും ഇന്ത്യയിലും കേരളത്തിലുള്ള എല്ലാ സാമ്പത്തിക ശാസ്ത്രന്മാർക്കും മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു നയത്തിൻ്റെ അകത്ത് വലിയൊരു ലോകവീക്ഷണുണ്ട്. എത്ര കൃത്യമായിരുന്നു ആ ലോകവീക്ഷണം? നമ്മുടെ സുഹൃത്തുക്കളേത്, നമ്മുടെ ലോകം എങ്ങനെയാണ്, നമ്മുടെ ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെയാണ് സാധ്യമായിട്ടുള്ളത്? ഇന്നിപ്പോൾ എർഗോദാനായിട്ടും കൈ കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. ഇതിനൊക്കെ വലിയൊരു ചരിത്രമുണ്ട് ഈ ബന്ധങ്ങൾക്കെല്ലാം. നെഹ്റുവിയൻ ചരിത്രമുണ്ട്, അതിന് വലിയ ചരിത്രമുണ്ട് ഇന്ത്യൻ നയതന്ത്ര ബന്ധപ്പെട്ട്. അത് തിരിച്ചറിയാനുള്ള ഒരു നിർണായക നിമിഷം കൂടിയാണ് നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച്. ചരിത്രം തിരിച്ചറിയപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ അസ്ഥാനത്തായിരിക്കും. പക്ഷേ നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യം ആ ബന്ധത്തെ നമ്മളെ വലിയ തോതിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടത്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.